നമ്മുടെ പിതാവായ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്ന് മാത്യു 24 പറയുന്നുണ്ട്. അന്ന് അവർ കണ്ട അല്ലെങ്കിൽ AD 70 നടന്ന സംഭവങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അന്ന് അവർ കണ്ട അടയാളത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെളിപാട് 27 പറയുന്ന ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ സമയത്ത്, അതായത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു സമയത്താണെന്ന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കുറെ തെളിവുകൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു. അതായത് രണ്ടാമത്തെ ദേവാലയത്തിന്റെ, യെരുശലേം ദേവാലയത്തിന്റെ തകർച്ചയും കർത്താവിന്റെ വരവും ഏതാണ്ട് ഒരുമിച്ച് നടക്കുന്ന കാര്യമാണെന്ന് ശിഷ്യന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നടക്കുക എന്ന് ചോദിക്കുന്നത്. കർത്താവ് പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ ഒരു ഫോൾസ് പ്രോഫറ്റായ ഒരു ശിമോനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ യെരുശലേം ദേവാലയത്തിനും ഇസ്രായേലിനും ഒക്കെ വരാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊന്നും വരുത്തില്ല എന്ന് പറയുന്ന ഫോൾസ് പ്രോഫറ്റുകളെ കുറിച്ചും ജോസഫസിന്റെ ബുക്ക് ഓഫ് വാർ മെൻഷൻ ചെയ്യുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മുദ്രകളെ തന്നെയാണ് ഇവിടെ കർത്താവ് മാത്യു 24, ലൂക്ക് 21, മാർക്ക് 13 പറയുന്നത്. യുദ്ധങ്ങൾ, യുദ്ധശ്രുതി, ക്ഷാമം, ഭൂകമ്പം, ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമത്രയെന്ന് കർത്താവ് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് അടുത്ത സ്ലൈഡുകളിൽ ഞാൻ അന്ന് നടന്ന ചില ചരിത്ര തെളിവുകൾ കൂടി കാണിക്കാം. വെളിപാട് പുസ്തകത്തിൽ നടന്ന സെക്കൻഡിൽ പറയുന്ന രണ്ടാമത്തെ മുദ്ര എന്ന് പറയുന്ന ഇതേ കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് AD 70 ഒരു തവണ കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ലിറ്റിൽ സീസന്റെ അവസാന ഭാഗം, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു സെക്കൻഡ് റൺ, അതായത് അന്ന് തുറന്ന 7 മുദ്രകൾ ഒന്നും കൂടെ തുറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ലിറ്റിൽ സീസന്റെ അവസാനവും ഇതുപോലെ 7 മുദ്രകൾ തുറക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ പോലെ ആവില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കർത്താവ് പറയുന്നുണ്ട് അതുപോലൊരു ട്രിബുലേഷൻ അതിനു മുൻപോ അതിനു ശേഷമോ ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ AD 70 എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. താഴെയാണെങ്കിൽ ജോസഫസിന്റെ എഴുത്തുകളിൽ വായിച്ചാൽ എങ്ങനെയായിരുന്നു, എത്രമാത്രം യുദ്ധവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു എന്ന്, ഇസ്രായേലിനെ ബേസ് ചെയ്ത് നടന്നു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അന്ന് അങ്ങ് ഭൂമിയിലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ ചരിത്ര തെളിവുകൾ പല ബുക്കുകളിൽ നിന്ന്, ടാസിറ്റസ്, ജോസഫസിന്റെ ഒക്കെ ബുക്കുകളിൽ നിന്നുള്ള പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. റോമിൽ എർത്തുകേക്ക് യൂദിയയിൽ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ പലയിടത്തും, അതായത് പലയിടത്തും പല സിറ്റീസിലും എർത്തുകേക്ക് ഉണ്ടാകുന്നതിനെ പറ്റി ഈ പല ചരിത്ര പുസ്തകങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ AD 62 സമയത്ത് ജീസസ് അനനസ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് 7 വർഷത്തേക്ക് അവിടെ വരാൻ പോകുന്ന കഷ്ടത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ജോസഫസിന്റെ ബുക്ക് ഓഫ് വാർ 6.5.3 യൗസേബിയസിന്റെ ബുക്കിലും പറയുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് AD 64 അപ്പോസ്തലനായ പൗലോസ് കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീട് പറയുന്നത് കള്ളപ്രവാചകന്മാർ വന്ന് പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും എന്ന് മാത്യു 24 കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നോക്കിയാൽ യഹൂദര് അല്ലെങ്കിൽ ഇസ്രായേല് കർത്താവിന്റെ വചനം റിജക്ട് ചെയ്തത് കൊണ്ട് ജാതികളിലേക്ക് സുവിശേഷം എത്തുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. റോമൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അതായത് പൗലോസ് പറയുകയാണ്, ഇസ്രായേലിന് ഈ ഒരു കാഠിന്യം മാറണമെങ്കിൽ ജാതികളുടെ ഒരു നമ്പർ, അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് സഭയിലേക്ക് ചേരുന്നവരുടെ എണ്ണം പൂർത്തിയാവണം. എന്നാൽ താഴേക്ക് വായിച്ചാൽ കൊലോസിയൻസിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചും, ഇല്ലെങ്കിൽ കൊലോസിയൻസിൽ പൗലോസ് തന്നെ പറയുകയാണ്, ആകാശത്തിന് താഴെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ മാത്യു 24 പറഞ്ഞിരുന്ന കാര്യം അവിടെ പൂർത്തിയാകുന്നതായിട്ട് പൗലോസ് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് തന്നെ പറയുന്നു കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന്. അതായത് ആ തലമുറയിൽ തന്നെ ഇത് പൂർണ്ണമാവും. ഈ AD 70 തന്നെ കർത്താവ് വരുമെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു തലമുറയിൽ തന്നെ വരുമെന്നുള്ളത് പൗലോസിനും അറിയാം. എന്നാൽ ഡിസ്പെൻസേഷനിസം പറയുന്നവർ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നുള്ളത് എടുക്കും. പക്ഷേ 1 കൊരിന്ത്യൻസ് 7:26 അല്ലെങ്കിൽ 29 അവർ കൺസിഡർ ചെയ്യത്തില്ല. കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് അവർ പറയും 2000 വർഷം അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ അതിന്റെ യാതൊരു തെളിവുകളും ഇല്ല. കാരണം നമുക്കറിയാം കർത്താവ് ആ തലമുറയിൽ തന്നെ വരുമെന്ന് ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് അടുത്ത വാക്യങ്ങളിൽ കാണിക്കാം. 1 കൊരിന്ത്യൻസ് 10 വായിച്ചാൽ ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, യുഗാവസാനം വന്നെത്തിയിരിക്കുന്നു. ഇതെല്ലാം പൗലോസ് പറയുന്നതാണ്. ഫിലിപ്പിയൻസ് 4 വായിച്ചാൽ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതായത് പൗലോസ് തന്നെ പറഞ്ഞിരുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ ആണ് ഇത് സംഭവിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം മാറുമെന്ന് പറഞ്ഞത്. പൗലോസ് തന്നെ പറയുന്നു കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ആ ഒരു തലമുറയിൽ തന്നെ പൂർണ്ണമായി എന്നുള്ളതാണ് അതിനർത്ഥം. ഡിസ്പെൻസേഷൻ 2000 വർഷമാണോ എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അത് 19-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു ഭാഗത്തിലാണ് ഇങ്ങനെ
ഒരു ഡിസ്പെൻസേഷൻ, അതായത് സഭയോട് ഇടപെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാവിയിൽ ഇനി വരാനിരിക്കുന്നതാണ് ഇസ്രായേലിനോട് ഇടപെടാനുള്ളത് എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് കാണാം. പിന്നീട് പറയുന്നത്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പൊ നമുക്കറിയാം അന്ത്യോക്കോസ് എപ്പിഫാനസിന്റെ കാലത്ത് അതായത് ദേവാലയത്തിനകത്ത് പന്നിയെ വെട്ടി എന്നൊക്കെ പറയുന്നത്, അതായത് അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത കൊണ്ട് സ്ഥാപിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടൈറ്റസിന്റെ കാലത്ത് അങ്ങനെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതായിട്ട് പറയുന്നില്ല. എന്നാൽ സാത്താൻ അല്ലെങ്കിൽ ബീസ്റ്റും സാത്താന്റെയും കാര്യം മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രസൻസ് തന്നെ യെരുശലേം ദേവാലയത്തിൽ ഒരു അശുദ്ധി, അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് ഒരു അശുദ്ധിയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ലൂക്ക് 21 ആയിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, സൈന്യങ്ങൾ യെരുശലേം വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ, അന്ന് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. മാത്യു 24 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇത് ഒരൊറ്റ ഇവന്റിനെ കുറിച്ചായിരിക്കും. അതായത് റോമൻ ആർമി അല്ലെങ്കിൽ ബീസ്റ്റും അവന്റെ സൈന്യവും യെരുശലേമിലേക്ക്, അല്ലെങ്കിൽ അന്നത്തെ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് വരുന്നത് തന്നെ ആവാം ഇവിടെ. അതായത് രണ്ടാമത്തെ ഒരു റിയലൈസേഷൻ ആണ്. കാരണം ഒന്നാമത്തെ അന്ത്യോക്കോസിന്റെ കാലത്ത് നടന്നുവെങ്കിൽ രണ്ടാമത് ജാതികൾ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ 42 മാസം ചവിട്ടുമെന്ന് വെളിപാട് പുസ്തകം പറയുന്നതൊക്കെ അന്നത്തെ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ ഒരു മ്ലേച്ഛത, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായിട്ട് കാണുന്നത് കൊണ്ടാവാം അതിനുശേഷമുള്ള വാക്യം ഒരുപോലെ തന്നെ പറയുന്നത്. അതായത് അന്ന് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോട്ടെ. ലൂക്കിൻ 21 യെരുശലേമിനെ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ യഹൂദിയിലുള്ളവർ ഓടിപ്പോട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാത്യു 24 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഓടിപ്പോകട്ടെ എന്ന് പറയുന്നത്, യഹൂദിയിലുള്ളവർ ഓടിപ്പോകട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. കാരണം കർത്താവ് തന്നെ കുരിശുമരണത്തിന് പോകുമ്പോൾ പറഞ്ഞിരുന്നു, അതായത് അവരുടെ മക്കളെ ചൊല്ലി കരയുവാൻ, അല്ലെങ്കിൽ അടുത്ത ആ ഒരു ജനറേഷനെ ചൊല്ലിയാണ് യെരുശലേം സ്ത്രീകളോട് കരയാൻ പറയുന്നത്. അപ്പം ആ ഒരു തലമുറയിൽ തന്നെയാണ് ദൈവത്തിന്റെ ക്രോധം വരുന്നതും, ഇല്ലെങ്കിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാതെ 2000 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ലിറ്റിൽ സീസൺ ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ലിറ്റിൽ സീസന്റെ അവസാന ഭാഗത്താണ്, ഏകദേശം 2020 തൊട്ട് 2027 വരെയാണ് ഈ ഒരു 7 മുദ്രകൾ തുറക്കുന്നത്, ഈ രണ്ടാമത്തതായിട്ട് തുറക്കുന്നതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്നുണ്ടാകും. നമുക്ക് ആവർത്തന പുസ്തകം വായിച്ചാൽ അറിയാം. അതായത് ഇത്തരത്തിൽ സൈന്യങ്ങൾ സീജ് ചെയ്യുമ്പോൾ, യെരുശലേമിനെ സീജ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മക്കളെ തിന്നേണ്ടതായ സാഹചര്യം വരെ ഉണ്ടാകും, വിശപ്പ് കൊണ്ടെന്നുള്ളത് നമുക്ക് അത് ആവർത്തന പുസ്തകത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെളിപാട് പുസ്തകം പറയുന്ന മൂന്നാം മുദ്രയുടെ അതേ കാര്യം തന്നെയാണ്. കാരണം ജോസഫസ് തന്നെ പറയുന്നുണ്ട്, ഇതേ കാര്യങ്ങളെ പറ്റി പലയിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ വിശപ്പ് വളരെ അസഹനീയമായിരുന്നു ഈ സീജ് ചെയ്ത സമയത്ത്, AD 70 സമയത്ത്. അത് ഷൂസ്, ഷീൽഡുകൾ എന്നിവയിൽ നിന്നുള്ള തുകൽ ഉൾപ്പെടെ എല്ലാം ചവയ്ക്കുവാൻ അവരെ നിർബന്ധിതരാക്കി എന്ന് ജോസഫസിന്റെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ മുദ്ര വെളിപാട് പുസ്തകത്തിൽ തുറക്കുന്നതിന് പാരലായിട്ട് ജോസഫസിന്റെ ബുക്കിൽ നിന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഏകദേശം 11 ലക്ഷത്തോളം പേരാണ് ആ ഒരു സമയത്ത് ഇസ്രായേൽ അല്ലെങ്കിൽ ആ പരിസരത്ത് മരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ 97,000 പേരെ എക്സൈൽ അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടു എന്നുള്ളതും, അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. അപ്പം ഇതിന് ഇനി പറയാനുള്ളത് എന്താണ് മനുഷ്യപുത്രന്റെ അടയാളമായിട്ട് അന്ന് കണ്ടത് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താണ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇത് 6ാമത്തെ മുദ്രയാണെന്ന് നമുക്ക് വെളിപാട് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അന്നത്തെ ചരിത്ര പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ AD 65 ഏപ്രിൽ 3 സ്റ്റാർ അപ്പിയേഴ്സ് എസ് എ സോഡ് ഓവർ ജെറുസലേം ലാസ്റ്റ് ഇയർ. അതായത് ആകാശത്ത് ഒരു നക്ഷത്രം, അതായത് വാളിന്റെ ആകൃതിയിൽ ഒരു നക്ഷത്രം 1 വർഷത്തോളം ആകാശത്ത് അവർ കണ്ടിരുന്നു എന്ന് ജോസഫസിന്റെ ബുക്ക് ഓഫ് വാർ 6.5.3 പറയുന്നുണ്ട്. ജോസഫസ് ഒരു ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ കുരിശടയാളം കണ്ടത് വാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. വാളാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വാളിനും കുരിശിനും ഏകദേശം ഒരേ രൂപത്തിലായിരിക്കാം ആകാശത്തിൽ കണ്ടത്. അപ്പം അവിടെ ആ കാലത്ത് ഒരുപാട് മിറക്കിൾസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഒരു ചുമന്ന പശു ഒരു ആട്ടിൻകുട്ടിയെ, സാക്രിഫൈസിന് വേണ്ടുന്ന ചുമന്ന പശു ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചതായിട്ട് ഈ ജോസഫസിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. കൂടാതെ ഇങ്ങനെ ഒരു സ്റ്റാർ റിസംബ്ലിംഗ് എ സോഡ് ആകാശത്തിൽ 1 വർഷത്തോളം നിന്നതായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ഇങ്ങനത്തെ വണ്ടേഴ്സ് ഒക്കെ അന്ന് നടന്നതായിട്ട് പറയുന്നു. വെളിപ്പാട് 19:16 വായിച്ചാൽ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുതല വായുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. ഒരുപക്ഷെ
വാളായാലും കുരിശിന്റെ അടയാളമായാലും അത് രണ്ടും കർത്താവിന്റെ ഓരോ സിംബോളിസമാണ്. കാരണം ഒന്ന് കുരിശടയാളമായാലും വാളെന്ന് പറയുന്നതും കർത്താവ് ഇരുതല വായുള്ള വാൾ കൊണ്ട് ജാതികളെ മേയ്ക്കും, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മനുഷ്യപുത്രന്റെ അടയാളം ഒന്ന് ആകാശത്തിൽ നടന്നതാകാം അന്ന് അവർ കണ്ടത്, അല്ലെങ്കിൽ ജോസഫസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു കാര്യം എന്ന്. വെളിപാട് 19:14 സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രം അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു എന്ന് നമുക്ക് കാണാം. AD 66 സമയത്ത് ജോസഫസ്, ടാസിറ്റസ് ഇവരുടെയൊക്കെ ബുക്കുകളിൽ കൗണ്ട്ലെസ് ആയിട്ടുള്ള ആകാശത്ത് അഗ്നിരഥങ്ങളും കുതിരകളെയും ഒക്കെ കണ്ടു എന്ന് അവരുടെ പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ റെഫറൻസ് ഞാൻ കാണിക്കാം. ഇത് അന്ന് അവിടെ നടന്ന ചില മിറക്കിൾസ് ആണ്. 2 അടുപ്പിച്ചുള്ള എക്ലിപ്സുകൾ ഉണ്ടായി, ആകാശത്തിൽ ഇങ്ങനെ ഒരു കോമറ്റ് കാണപ്പെട്ടു, പിന്നെ അനേകം കാര്യങ്ങളും അവിടെ, അതായത് ജൂപ്പിറ്റർ ദേവന്റെ ക്ഷേത്രത്തിലെ വലിയ കതവുകളൊക്കെ തന്നെ തുറക്കപ്പെടുന്നതായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹിസ്റ്ററീസ് ബൈ ടാസിറ്റസിനകത്ത് ആർമീസ് ഇൻ കോൺഫ്ലിക്റ്റ്, അതായത് ആകാശത്തിൽ ഒരു ദർശനം പോലെ ആർമീസിനെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ, യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഗോഡ്സ് വെയർ ലീവിംഗ് എന്നുള്ള രീതിയിലൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് ഹിസ്റ്ററീസ് ഓഫ് ടാസിറ്റസിന്റെ ബുക്കിൽ നമുക്ക് കാണാം. കൂടാതെ അന്ന് അവിടെ നടന്നതിൽ 3 എക്ലിപ്സ്, 2 വട്ടം അടുപ്പിച്ച് 3 എക്ലിപ്സ് ചെയ്യുന്നുണ്ട്. 2 സൂര്യന്മാരെ ഒരുമിച്ച് കാണുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയായിട്ട് ഭൂമികുലുക്കം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അനേകം വണ്ടേഴ്സ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ അവൻ തന്റെ ദൂതന്മാരെ മഹാകാളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി രൂപം പഠിക്കുവിൻ, അതിന്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കിയ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളും. ഇതൊക്കെ ആ ഒരു തലമുറയോട് പറയുന്നതാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു സെക്കൻഡ് റൺ ആണ്, അല്ലെങ്കിൽ രണ്ടാമത് ഇതൊക്കെ ഒരു ഈ ലിറ്റിൽ സീസണിന്റെ അവസാനവും ഇത് ഇതുപോലെ നടക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് കർത്താവ് ആ തലമുറയിൽ വരുമെന്ന് പറയുന്ന വാക്യങ്ങളുടെ ഒക്കെ കൂടെ ഒരു സത്യമായിട്ടും എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട്. അതായത് ഭാവിയിൽ ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ നടക്കുമ്പോൾ ഇതിങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ സാത്താൻ ശ്രമിക്കുന്നത് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് സത്യമായും എന്ന് ഉറപ്പിച്ച് കർത്താവ് പറഞ്ഞത് ആ തലമുറയിൽ വരുമെന്ന്. എന്നിട്ട് പോലും അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇന്നത്തെ ഡിസ്പെൻസേഷൻസോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ കൂടിയിരിക്കുന്ന ചിലർ ദൈവത്തിന്റെ രാജ്യം വരുന്നത്, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നിടം വരെ മരണം ആസ്വദിക്കുകയില്ല എന്ന് കർത്താവ് മാത്യു 16:28 പറയുന്നുണ്ട്. പിന്നെ ഇത് സംഭവിക്കുന്നുള്ള ഉറപ്പായിട്ട് പറയാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല. അതായത് ആ തലമുറയിൽ നടന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിന്റെ അതായത് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കർത്താവിന്റെ വാക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ തലമുറയിൽ തന്നെ രാജ്യം സ്ഥാപിച്ചു, മില്ലിയൽ കിങ്ഡം തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമുള്ള വെളിപാട് 27 പറയുന്ന ലിറ്റിൽ സീസന്റെ അവസാന ഭാഗത്താണ് നമ്മൾ. ഇനി വരുവാനുള്ളത് ഗോഗുമാഗോഗ് യുദ്ധവും അതോടൊപ്പം തന്നെ ഫൈനൽ ജഡ്ജ്മെന്റുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃപ, അതായത് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും ന്യായവിധി ഇല്ല, ഇല്ലെങ്കിൽ നീതീകരിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അവിടെ ഗ്രേസ്, ദൈവത്തിന്റെ കൃപ നമുക്ക് ന്യായവിധിയിൽ കൂടി കടന്നു പോകാൻ ഒരു വലിയ ഫാക്ടറാണ്. വിശ്വസിക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. സുവിശേഷങ്ങളിലൊക്കെയും വായിച്ചാൽ ദിസ് ജനറേഷൻ സർട്ടൻ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ആ ഒരു തലമുറ വിൽ സർട്ടൻലി നോട്ട് പാസ് അവേ അണ്ടിൽ ഓൾ ദീസ് തിങ്സ് ഹാവ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു തലമുറയെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് പോയിന്റ് ചെയ്യുന്നത് നമുക്ക് ത്രൂ ഔട്ട് ദ സുവിശേഷം, ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു, അതായത് 40 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോയതിനു ശേഷവും തിരിച്ചു വരുന്നതിന് ശേഷവും. ആ ഒരു സമയത്തെക്കുറിച്ചാണ്, ഈ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാത്യു 28 വായിച്ചു കഴിഞ്ഞാൽ യാഹൂശ പറയുന്നുണ്ട്, അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് കർത്താവിന് ആ ഒരു സമയത്തെക്കുറിച്ച് പിതാവ് അറിവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൂടാതെ വെളിപാട് വായിച്ചാൽ വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാണ് വെളിപാട് തുടങ്ങുന്നത് തന്നെ. AD 65 അല്ലെങ്കിൽ 65 മുമ്പാണ് വെളിപാട് പുസ്തകം എഴുതപ്പെടുന്നത്. നീറോയുടെ കാലത്താണ് യോഹന്നാനെ നാട് കടത്തുന്നതെന്നൊക്കെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനായിട്ട് ആ ഒരു തലമുറയോട് പറയുന്ന വാക്യങ്ങളാണ് ബാക്കി ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയും. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ വരവിനെ പ്രതീക്ഷിക്കാനും ഒക്കെ പറയുന്ന വാക്യങ്ങളാണ്. അപ്പൊ നമുക്കത് ഇന്നും ബാധകമാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ന്യായവിധിയും ഒക്കെ ഇല്ലെങ്കിൽ വളരെ അടുത്തു ലിറ്റിൽ സീസന്റെ അവസാന ഭാഗത്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു സമയത്തും ഈ അന്നത്തെ 7 മുദ്രകളുടെ ഒരു ആവർത്തനം ഇപ്പോഴും നടക്കുന്നത് കൊണ്ട് കർത്താവിന്റെ അല്ലെങ്കിൽ ന്യായവിധിയും അതിൽ കൂടിയൊക്കെ നമുക്ക് കടന്നു പോകണം, അല്ലെങ്കിൽ ലിറ്റിൽ സീസൺ ഒന്ന് കടന്നു പോകാൻ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഏറ്റവും വേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ദൈവത്തിന് നന്ദി.